ഹായ് വെൽക്കം ടു എജുബിറ്റ്സ് ലേണിംഗ്. നമ്മൾ കാറ്റഗറി 1 ഇന്ന് നടന്ന എക്സാമിൻ്റെ കഴിഞ്ഞ ആദ്യത്തെ 15 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്കറിയാം, നമ്മൾ പറഞ്ഞ പോലെ കൺസെപ്റ്റ് ബേസിലുള്ള ചോദ്യങ്ങളാണ് ഇന്ന് ചോദിച്ചിട്ടുള്ളത്. ഇനിയുള്ള 15 ക്വസ്റ്റ്യനും കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കും. അപ്പോൾ നോക്കി, നിങ്ങൾ ഫസ്റ്റത്തെ ഒരു ചോദ്യം നോക്കി. മിലി ടീച്ചർ പരിസര പഠനവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ അവതരിപ്പിക്കുന്ന വേളയിൽ ബ്ലാക്ക് ബോർഡിൽ എഴുതിയ ആശയത്തിലെ പ്രധാന വാക്കിന് അടിവരയിടുന്നു. അപ്പോൾ ടീച്ചർ ബ്ലാക്ക് ബോർഡിൽ എന്ത് ചെയ്യുന്നു? എഴുതുന്നു, അതിന് അടിവരയിടുന്നു, ചില വാക്കുകൾക്ക് മാത്രം. ചാർട്ടിൽ എഴുതുമ്പോൾ പ്രത്യേക നിറം ഉപയോഗിച്ചു അങ്ങനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ പഠനത്തിലെ നമുക്കറിയാം, ജസ്റ്റാൾട്ട് സൈക്കോളജിയുടെ ഏത് സമഗ്രതാ നിയമമാണ് ടീച്ചർ ഇവിടെ പ്രാവർത്തികമാക്കിയത്? നമുക്കറിയാം, സമഗ്രതാ നിയമം എന്ന് പറഞ്ഞാൽ അതെന്താണ്? ജസ്റ്റാൾട്ട് ലോ ആണ് അല്ലേ? ആ ലോയിലെ ഏത് നിയമമാണ് ഇവിടെ പ്രാവർത്തികമാക്കിയത്? നിങ്ങൾ നോക്കൂ, ബോർഡിൽ എഴുതുന്നു, ചില വാക്കുകൾ മാത്രം അടിവരയിടുന്നു. അതായത് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുട്ടികൾ ചില വാക്കുകൾ മാത്രം പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നു. ഇത് തന്നെയാണ് ചാർട്ടിൽ എഴുതിയപ്പോൾ ചില വാക്കുകൾ മാത്രം നിറമുള്ള വാക്കുകളായിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഡാർക്കാണ്, ചില വാക്കുകൾ ലൈറ്റ് ആണെങ്കിൽ കുട്ടികൾക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ കളർ കൊടുക്കുമ്പോൾ ആ കളർ മാത്രം ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റാൾട്ട് സൈക്കോളജിയുടെ ആ നിയമപ്രകാരം ഏതാണത്? ഫിഗർ ഗ്രൗണ്ട് റിലേഷൻ, ലോ ഓഫ് കണ്ടിന്യൂറ്റി, ലോ ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് സിമിലാരിറ്റി. ഏതാണത്? നമുക്കറിയാം, അത് ഫിഗർ ഗ്രൗണ്ട് റിലേഷൻസ് ആണ്, രൂപ പശ്ചാത്തല നിയമമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 17ാമത്തെ ക്വസ്റ്റ്യൻ. കുട്ടിക്കാലത്തിലെ ഏതു കാലഘട്ടത്തെയാണ് കളിപ്പാട്ടങ്ങളുടെ കാലം എന്ന് മനഃശാസ്ത്രജ്ഞർ വിശേഷിപ്പിക്കുന്നത്? അതായത് ടോയ് ഏജ് എന്നറിയപ്പെടുന്നത് ഏത് കാലഘട്ടത്തെയാണ്? നമുക്കറിയാം, നമുക്ക് ഓരോ ഇപ്പോൾ ഇൻഫാൻസി, ഏർലി ചൈൽഡ്ഹുഡ്, ലേറ്റർ ചൈൽഡ്ഹുഡ് ഒക്കെ അല്ലേ? അപ്പോൾ ഇതിൽ ടോയ് ഏജ്, കുട്ടി ടോയുമായിട്ടാണ് കളിക്കുന്നത്, മറ്റുള്ളവരോട് കളിക്കുന്നതിനപ്പുറം കളിപ്പാട്ടങ്ങളുമായിട്ടാണ് പ്രാധാന്യം കൊടുക്കുന്നത് അല്ലേ? സോ അതേതാണ്? ഏർലി ചൈൽഡ്ഹുഡിലാണ് അത്. ഇൻഫാൻസിയിലല്ല, ലേറ്റർ ചൈൽഡ്ഹുഡ് അല്ല, മിഡിൽ ചൈൽഡ്ഹുഡ് ഒന്നല്ല, ഏർലി ചൈൽഡ്ഹുഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ടീച്ചർമാർ ക്ലാസ്സിൽ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ നൽകാറുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ് കൊടുക്കുന്നത്. വിച്ച് ഗ്രൂപ്പ് ഫോർമേഷൻ ഈസ് ലീസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോർ ഫ്രൂട്ട്ഫുൾ ലേണിംഗ്? ഇവിടെ ചോദിക്കുന്നത് കുറേ ഗ്രൂപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ലേണിംഗ് നടക്കണമെങ്കിൽ ഏതാണ് യോജിക്കാത്തത് അല്ലേ? ലീസ്റ്റ് അപ്രോപ്രിയേറ്റ്, ഏറ്റവും അനുയോജ്യമല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചത്. ഗ്രൂപ്പ് ഓഫ് 2 2 പേര്, അതുപോലെ ഗ്രൂപ്പ് ഓഫ് 3, ഗ്രൂപ്പ് ഓഫ് 5, ഓൾ സ്റ്റുഡൻസ് ഇൻ 1 ഗ്രൂപ്പ്, എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ്. ഇവിടെ നമ്മൾ ഗ്രൂപ്പിംഗ് ആക്കുന്നതിൻ്റെ പ്രത്യേകത എന്താ? അത് പല ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാവും. അതായത് ആവറേജ് ഉണ്ടാവും, ലോ സ്റ്റുഡൻസ് ഉണ്ടാവും, ഹൈ ഗിഫ്റ്റഡ് ചൈൽഡ് ഒക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ഇതിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ 2 കുട്ടികളുണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് പറ്റും, 3 കുട്ടികളാണെങ്കിലും 5 കുട്ടികളാണെങ്കിലും ഒക്കെ ഇത് സാധ്യമാണ്. അതുപോലെ തന്നെ പല ആളുകളുടെയും ഐഡിയകൾ ഷെയർ ചെയ്യപ്പെടുന്നു. സ്വാഭാവികമായിട്ട് ക്ലാസ്സിലെ മൊത്തം ആളുകളെ ഒരു ഗ്രൂപ്പ് ആക്കിയാൽ ഈ ഗ്രൂപ്പ് ആക്കുന്നതിൻ്റെ അർത്ഥം അല്ലേ, അതിനെന്തെങ്കിലും അർത്ഥം ഉണ്ടാവുമോ? സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ടീച്ചർ ക്രിട്ടിസൈസ്ഡ് ലൂക്ക എ ലോട്ട് ഇൻ ദ ക്ലാസ് ആൻഡ് ഫൗണ്ട് ഫോൾട്ട് വിത്ത് ഹിം വിത്തൗട്ട് എനി റീസൺ. ടീച്ചർ ലൂക്കിനെ ക്ലാസ്സിൽ വെച്ച് കാരണം കൂടാതെ കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ്തു. അതായത് അവനെ വിമർശിച്ചു. ടീച്ചറുടെ മുന്നിൽ അവന് സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ പറ്റിയില്ല. എന്ത് ചെയ്തു? പകരം വീട്ടിൽ ചെന്ന് തൻ്റെ കോപം അമ്മയോടും സഹോദരിയോടും കാണിച്ചു. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ ലൂക്ക് എന്താ ചെയ്തത്? ഇവിടെ ഒരു ഡിഫൻസ് മെക്കാനിസം അല്ല, അതാ ചോദിച്ചത്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റാ. ഇവിടെ പശ്ചാത്ഗമനം, റിഗ്രഷൻ ആണോ? യുക്തീകരണം, റാഷണലൈസേഷൻ ആണോ? പ്രക്ഷേപണം, പ്രൊജക്ഷൻ ആണോ? ആദേശനം, ഡിസ്പ്ലേസ്മെന്റ്. ഏതാണ് ഇവിടെ നടക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ആണ് കേട്ടോ. നമുക്കറിയാം, ഇപ്പോൾ പരീക്ഷയിൽ തോറ്റു, പക്ഷേ നമ്മളെ ടീച്ചർ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് എന്ന് കുറ്റം പറയുകയാണെങ്കിൽ അത് പ്രക്ഷേപണത്തിൽ പെടുത്താം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വീട്ടിലെ മാലിന്യങ്ങൾ അയലത്തെ പുരയിടത്തിലേക്ക് വലിച്ചെറിയുന്ന സഹോദരിയോട് അമൻ പറഞ്ഞു, ഇത് ശരിയല്ല, നമ്മുടെ വേസ്റ്റുകൾ നമ്മൾ തന്നെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യണം, അതാണ് ശരിയായ രീതി. അപ്പൊ അമൻ എന്താണ്? ഒരു സാമൂഹിക നിയമം അനുസരിച്ച് ജീവിക്കുകയാണ് അല്ലെ? അമന്റെ ഈ നീതിബോധം കോൾബർഗിന്റെ ഏത് നൈതിക വികാസ ഘട്ടത്തിൽ പെടുന്നു? ഇവിടുത്തെ ചോദ്യം എന്താ? കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ് നിങ്ങൾക്ക് അറിയോ എന്നുള്ളതാ. കോൾബർഗിന്റെ മൊറാലിറ്റി പ്രിൻസിപ്പിൾസ് നിങ്ങൾക്കറിയോ? അതാണ് ചോദ്യം. ഇവിടെ നമുക്കറിയാം ഏത് ഘട്ടത്തിലാണ് സാമൂഹിക നിയമങ്ങൾ അനുസരിക്കുന്നത്. അത് പ്രീ കൺവെൻഷനാണോ, കൺവെൻഷനാണോ, പോസ്റ്റ് കൺവെൻഷനാണോ? ഏതാണ്? ഏതാണ്? കൺവെൻഷനാണ്. യാഥാസ്ഥിക സദാചാര ഘട്ടം ഈ ഘട്ടത്തിലാണ്. അതുപോലെ തന്നെ ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയന്റേഷൻ നടക്കുന്നത് ഈ ഘട്ടത്തിലാണ്. അടുത്ത ചോദ്യം നോക്കൂ. യങ് പിയാഷെയുടെ വൈജ്ഞാനിക ഹായ് വെൽക്കം ടു എജുബിറ്റ്സ് ലേണിംഗ്. നമ്മൾ
കാറ്റഗറി 1 ഇന്ന് നടന്ന എക്സാമിന്റെ കഴിഞ്ഞ ആദ്യത്തെ 15 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്കറിയാം, നമ്മൾ പറഞ്ഞ പോലെ കൺസെപ്റ്റ് ബേസിലുള്ള ചോദ്യങ്ങളാണ് ഇന്ന് ചോദിച്ചിട്ടുള്ളത്. ഇനിയുള്ള 15 ക്വസ്റ്റ്യനും കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കും. അപ്പോൾ നോക്കി, നിങ്ങൾ ഫസ്റ്റത്തെ ഒരു ചോദ്യം നോക്കി. മിലി ടീച്ചർ പരിസര പഠനവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ അവതരിപ്പിക്കുന്ന വേളയിൽ ബ്ലാക്ക് ബോർഡിൽ എഴുതിയ ആശയത്തിലെ പ്രധാന വാക്കിന് അടിവരയിടുന്നു. അപ്പോൾ ടീച്ചർ ബ്ലാക്ക് ബോർഡിൽ എന്ത് ചെയ്യുന്നു? എഴുതുന്നു, അതിന് അടിവരയിടുന്നു, ചില വാക്കുകൾക്ക് മാത്രം. ചാർട്ടിൽ എഴുതുമ്പോൾ പ്രത്യേക നിറം ഉപയോഗിച്ചു അങ്ങനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ പഠനത്തിലെ നമുക്കറിയാം, ജസ്റ്റാൾട്ട് സൈക്കോളജിയുടെ ഏത് സമഗ്രതാ നിയമമാണ് ടീച്ചർ ഇവിടെ പ്രാവർത്തികമാക്കിയത്? നമുക്കറിയാം, സമഗ്രതാ നിയമം എന്ന് പറഞ്ഞാൽ അതെന്താണ്? ജസ്റ്റാൾട്ട് ലോ ആണ് അല്ലേ? ആ ലോയിലെ ഏത് നിയമമാണ് ഇവിടെ പ്രാവർത്തികമാക്കിയത്? നിങ്ങൾ നോക്കൂ, ബോർഡിൽ എഴുതുന്നു, ചില വാക്കുകൾ മാത്രം അടിവരയിടുന്നു. അതായത് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുട്ടികൾ ചില വാക്കുകൾ മാത്രം പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നു. ഇത് തന്നെയാണ് ചാർട്ടിൽ എഴുതിയപ്പോൾ ചില വാക്കുകൾ മാത്രം നിറമുള്ള വാക്കുകളായിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഡാർക്കാണ്, ചില വാക്കുകൾ ലൈറ്റ് ആണെങ്കിൽ കുട്ടികൾക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ കളർ കൊടുക്കുമ്പോൾ ആ കളർ മാത്രം ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റാൾട്ട് സൈക്കോളജിയുടെ ആ നിയമപ്രകാരം ഏതാണത്? ഫിഗർ ഗ്രൗണ്ട് റിലേഷൻ, ലോ ഓഫ് കണ്ടിന്യൂറ്റി, ലോ ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് സിമിലാരിറ്റി. ഏതാണത്? നമുക്കറിയാം, അത് ഫിഗർ ഗ്രൗണ്ട് റിലേഷൻസ് ആണ്, രൂപ പശ്ചാത്തല നിയമമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 17ാമത്തെ ക്വസ്റ്റ്യൻ. കുട്ടിക്കാലത്തിലെ ഏതു കാലഘട്ടത്തെയാണ് കളിപ്പാട്ടങ്ങളുടെ കാലം എന്ന് മനഃശാസ്ത്രജ്ഞർ വിശേഷിപ്പിക്കുന്നത്? അതായത് ടോയ് ഏജ് എന്നറിയപ്പെടുന്നത് ഏത് കാലഘട്ടത്തെയാണ്? നമുക്കറിയാം, നമുക്ക് ഓരോ ഇപ്പോൾ ഇൻഫാൻസി, ഏർലി ചൈൽഡ്ഹുഡ്, ലേറ്റർ ചൈൽഡ്ഹുഡ് ഒക്കെ അല്ലേ? അപ്പൊ ഇതിൽ ടോയ് ഏജ്, കുട്ടി ടോയുമായിട്ടാണ് കളിക്കുന്നത്, മറ്റുള്ളവരോട് കളിക്കുന്നതിനപ്പുറം കളിപ്പാട്ടങ്ങളുമായിട്ടാണ് പ്രാധാന്യം കൊടുക്കുന്നത് അല്ലേ? സോ അതേതാണ്? ഏർലി ചൈൽഡ്ഹുഡിലാണ് അത്. ഇൻഫാൻസിയിലല്ല, ലേറ്റർ ചൈൽഡ്ഹുഡ് അല്ല, മിഡിൽ ചൈൽഡ്ഹുഡ് ഒന്നല്ല, ഏർലി ചൈൽഡ്ഹുഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ടീച്ചർമാർ ക്ലാസ്സിൽ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ നൽകാറുണ്ട്. അപ്പൊ ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ് കൊടുക്കുന്നത്. വിച്ച് ഗ്രൂപ്പ് ഫോർമേഷൻ ഈസ് ലീസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോർ ഫ്രൂട്ട്ഫുൾ ലേണിംഗ്? ഇവിടെ ചോദിക്കുന്നത് കുറേ ഗ്രൂപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ലേണിംഗ് നടക്കണമെങ്കിൽ ഏതാണ് യോജിക്കാത്തത് അല്ലേ? ലീസ്റ്റ് അപ്രോപ്രിയേറ്റ്, ഏറ്റവും അനുയോജ്യമല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചത്. ഗ്രൂപ്പ് ഓഫ് 2 2 പേര്, അതുപോലെ ഗ്രൂപ്പ് ഓഫ് 3, ഗ്രൂപ്പ് ഓഫ് 5, ഓൾ സ്റ്റുഡൻസ് ഇൻ 1 ഗ്രൂപ്പ്, എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ്. ഇവിടെ നമ്മൾ ഗ്രൂപ്പിംഗ് ആക്കുന്നതിന്റെ പ്രത്യേകത എന്താ? അത് പല ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാവും. അതായത് ആവറേജ് ഉണ്ടാവും, ലോ സ്റ്റുഡൻസ് ഉണ്ടാവും, ഹൈ ഗിഫ്റ്റഡ് ചൈൽഡ് ഒക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ഇതിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ 2 കുട്ടികളുണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് പറ്റും, 3 കുട്ടികളാണെങ്കിലും 5 കുട്ടികളാണെങ്കിലും ഒക്കെ ഇത് സാധ്യമാണ്. അതുപോലെ തന്നെ പല ആളുകളുടെയും ഐഡിയകൾ ഷെയർ ചെയ്യപ്പെടുന്നു. സ്വാഭാവികമായിട്ട് ക്ലാസ്സിലെ മൊത്തം ആളുകളെ ഒരു ഗ്രൂപ്പ് ആക്കിയാൽ ഈ ഗ്രൂപ്പ് ആക്കുന്നതിന്റെ അർത്ഥം അല്ലേ, അതിനെന്തെങ്കിലും അർത്ഥം ഉണ്ടാവുമോ? സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ടീച്ചർ ക്രിട്ടിസൈസ്ഡ് ലൂക്ക എ ലോട്ട് ഇൻ ദ ക്ലാസ് ആൻഡ് ഫൗണ്ട് ഫോൾട്ട് വിത്ത് ഹിം വിത്തൗട്ട് എനി റീസൺ. ടീച്ചർ ലൂക്കിനെ ക്ലാസ്സിൽ വെച്ച് കാരണം കൂടാതെ കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ്തു. അതായത് അവനെ വിമർശിച്ചു. ടീച്ചറുടെ മുന്നിൽ അവന് സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ പറ്റിയില്ല. എന്ത് ചെയ്തു? പകരം വീട്ടിൽ ചെന്ന് തൻ്റെ കോപം അമ്മയോടും സഹോദരിയോടും കാണിച്ചു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ ലൂക്ക് എന്താ ചെയ്തത്? ഇവിടെ ഒരു ഡിഫൻസ് മെക്കാനിസം അല്ല, അതാ ചോദിച്ചത്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റാ. ഇവിടെ പശ്ചാത്ഗമനം, റിഗ്രഷൻ ആണോ? യുക്തീകരണം, റാഷണലൈസേഷൻ ആണോ? പ്രക്ഷേപണം, പ്രൊജക്ഷൻ ആണോ? ആദേശനം, ഡിസ്പ്ലേസ്മെന്റ്. ഏതാണ് ഇവിടെ നടക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ആണ് കേട്ടോ. നമുക്കറിയാം, ഇപ്പോൾ പരീക്ഷയിൽ തോറ്റു, പക്ഷേ നമ്മളെ ടീച്ചർ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് എന്ന് കുറ്റം പറയുകയാണെങ്കിൽ അത് പ്രക്ഷേപണത്തിൽ പെടുത്താം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വീട്ടിലെ മാലിന്യങ്ങൾ അയലത്തെ പുരയിടത്തിലേക്ക് വലിച്ചെറിയുന്ന സഹോദരിയോട് അമൻ പറഞ്ഞു, ഇത് ശരിയല്ല, നമ്മുടെ വേസ്റ്റുകൾ നമ്മൾ തന്നെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യണം, അതാണ് ശരിയായ രീതി. അപ്പൊ അമൻ എന്താണ്? ഒരു സാമൂഹിക നിയമം അനുസരിച്ച് ജീവിക്കുകയാണ് അല്ലെ? അമന്റെ ഈ നീതിബോധം കോൾബർഗിന്റെ ഏത് നൈതിക വികാസ ഘട്ടത്തിൽ പെടുന്നു? ഇവിടുത്തെ ചോദ്യം എന്താ? കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ് നിങ്ങൾക്ക് അറിയോ എന്നുള്ളതാ. കോൾബർഗിന്റെ മൊറാലിറ്റി പ്രിൻസിപ്പിൾസ് നിങ്ങൾക്കറിയോ? അതാണ് ചോദ്യം. ഇവിടെ നമുക്കറിയാം ഏത് ഘട്ടത്തിലാണ് സാമൂഹിക നിയമങ്ങൾ അനുസരിക്കുന്നത്. അത് പ്രീ കൺവെൻഷനാണോ, കൺവെൻഷനാണോ, പോസ്റ്റ് കൺവെൻഷനാണോ? ഏതാണ്? ഏതാണ്? കൺവെൻഷനാണ്. യാഥാസ്ഥിക സദാചാര ഘട്ടം ഈ ഘട്ടത്തിലാണ്. അതുപോലെ തന്നെ ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയന്റേഷൻ നടക്കുന്നത് ഈ ഘട്ടത്തിലാണ്. അടുത്ത ചോദ്യം നോക്കൂ. യങ് പിയാഷെയുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളിൽ ഏതിലാണ് സ്വയം കേന്ദ്രീകൃത അവസ്ഥ കുട്ടികളിൽ
മൂലമായിരിക്കുന്നത്. അതായത് പിയാഷയുടെ കൺസെപ്റ്റ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ എന്താണ് ഈഗോ സെൻട്രിസം, അഹം കേന്ദ്രീകൃത അല്ലെ ഭാവം, അത് എവിടെയാണ് ഏത് സ്റ്റേജിൽ വെച്ചാണ്? സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. എവിടെയാണ് അത് നടക്കുന്നത്? അത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്, പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിലാണ്. ഇതാണ് ഈഗോ സെൻട്രിസം, ആ ഒരു സ്റ്റേജിലാണ് വരുന്നത്. നമുക്കറിയാം ഈ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ കൺസർവേഷൻ ഇല്ലാത്ത അങ്ങനെയുള്ള ഒരുപാട് പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണത്. അത് നമുക്ക് ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. സ്വാഭാവികമായിട്ട് നെക്സ്റ്റ് എക്സാം ഒക്കെ ഇന്നവർ ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 22ാമത്തെ ക്വസ്റ്റ്യൻ. സ്കൂളിലേക്ക് വരുന്ന വഴിയിൽ തെരുവ് നായ്ക്കളെ സൂക്ഷിക്കണമെന്ന് ഫെമിന ടീച്ചർ എപ്പോഴും കുട്ടികളെ ഓർമ്മപ്പെടുത്തുമായിരുന്നു. ഇപ്പോൾ ക്ലാസ്സിലെ ഭൂരിഭാഗം കുട്ടികൾക്കും എല്ലാ നായ്ക്കളെയും പേടിയാണ്. ഇതും ഏത് തിയറിയായി ബന്ധപ്പെട്ട, അതായത് ഒരു നായ്ക്കളെ പേടിയാണെന്നുള്ളൊരു ടീച്ചർ കൊടുക്കുന്നു. അപ്പോൾ അത് എല്ലാ നായ്ക്കളെയും എല്ലാ ഡോഗ്സിനെയും അവർക്ക് പേടിയാവുന്നു. സ്വാഭാവികമായിട്ട് ഇത് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ ആണോ, സ്റ്റിമുലസ് ജനറലൈസേഷൻ ആണോ, സ്റ്റിമുലസ് കൺട്രോൾ ആണോ, എക്സ്റ്റിങ്ഷൻ ആണോ, വിലോപം? ഏതാണ്? നമുക്കറിയാം ആദ്യം ഒരു നായ പേടിയുള്ളത് അത് എല്ലാ നായ്ക്കളെ കാണുമ്പോൾ പേടി വരുന്നു. സ്വാഭാവികമായിട്ട് സ്റ്റിമുലസ് ജനറലൈസേഷൻ, സാമാന്യവൽക്കരണമാണ് ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, 23. 12 വയസ്സുള്ള അഹന്റെ ബുദ്ധിമാനം 125 ആണ്, IQ 125 എങ്കിൽ ചുവടെ കൊടുത്തുള്ളവയിൽ ശരിയേത്? ദ മെന്റൽ ഏജ് ഓഫ് അഹാൻ ഈസ് 10, ദ മെന്റൽ ഏജ് ഓഫ് അഹാൻ ഈസ് 12, ദ മെന്റൽ ഏജ് ഓഫ് അഹാൻ ഈസ് 15, ലാസ്റ്റ് 16. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ സൈക്കോളജിയിൽ നമുക്ക് ആകെ പഠിക്കാനുള്ളൊരു മാത്സിലെ അല്ലെങ്കിൽ ഒരു ഫോർമുലയാണ്. അതായത് എന്താണ് IQ ഈസ് ഈക്വൽ ടു MA/CA × 100. ഇതാണ് നമ്മൾ പഠിച്ചു വെച്ചത്. അപ്പം ഇത് പ്രകാരം നമ്മളൊന്ന് ചെയ്തു നോക്കൂ. IQ 125 അല്ലേ, പിന്നെ മെൻ്റൽ ഏജ് എത്രയാണ് നമുക്കറിയില്ല, പക്ഷേ ക്രോണോളജിക്കൽ ഏജ് എത്രയാണ്? അത് 12 × 100. ഇതിൽ നിന്ന് നമുക്ക് കണ്ടെത്താം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ IQവിനെ 100മായി ഡിവൈഡ് ചെയ്യുക ഇൻറ്റു നമ്മുടെ ക്രോണോളജിക്കൽ ഏജ് 12. ഇനി ചെയ്ത് നോക്കൂ, നമ്മളിത് വെട്ടുന്നു, 4 ഇവിടെ 5 വരുന്നു, പിന്നെ 12ൽ എത്ര 4 പോകുന്നു? 3. സ്വാഭാവികമായിട്ട് 5 × 3 സോ 15. ഇതാണ് ഇവിടുത്തെ ആൻസർ. 15 ആണ് ആരുടേത്? ഇവൻ്റെ മെൻ്റൽ ഏജ്. സോ ദ മെൻ്റൽ ഏജ് ഓഫ് അഹാൻ ഈസ് 15. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. RTE ആക്ട് 2009 ഇന്ത്യ ഗവൺമെന്റ് ബാധകമാക്കിയിരിക്കുന്നത് 2009 RTE ആക്ട് പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ നോക്കൂ, RTE ആക്ട് പ്രകാരം ഇത് ആർക്കൊക്കെയാണ് ബാധകമായിട്ടുള്ളത്? ഫസ്റ്റ് ഓപ്ഷൻ നോക്കൂ, ദ ഹോൾ ഓഫ് ഇന്ത്യ, ഇന്ത്യ മുഴുവൻ. ദ ഹോൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ദ സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ, ജമ്മു കാശ്മീർ ഒഴികെയുള്ള ഇന്ത്യയിലെ മൊത്തം സ്ഥലങ്ങൾ. ദ ഹോൾ ഇന്ത്യൻ സ്റ്റേറ്റ് ഓൺലി, ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ, ജമ്മു കാശ്മീരും കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഒഴികെയുള്ള ഇന്ത്യയുടെ ഭാഗം. ഇത് RTE ആക്ടുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. സാധാരണ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നും കാണാറില്ല, പക്ഷേ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ജമ്മു കാശ്മീർ ഒഴികെയുള്ള ഇന്ത്യയുടെ മുഴുവൻ സ്ഥലങ്ങളിലേക്കും ഇത് ബാധകമാണ്. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വികാസവുമായി ബന്ധപ്പെടുത്തി ചുവടെയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഏതാണ്? ഡെവലപ്മെന്റ് ഈസ് കണ്ടിന്യൂസ്, അത് അനുസ്യൂതമാണ്. വികാസം പരസ്പര ബന്ധപ്പെട്ടിരിക്കുന്നു, ഇറ്റ് ഈസ് ഇന്റർ റിലേറ്റഡ്. വികാസം പ്രവചനീയമാണ്, ഡെവലപ്മെന്റ് ഈസ് പ്രെഡിക്റ്റബിൾ. വികാസം രേഖീയമാണ്, ലീനിയർ. അപ്പോൾ നമുക്കറിയാം കണ്ടിന്യൂസ് ആണ്, പരസ്പരം ബന്ധിതമാണ്, പ്രെഡിക്റ്റബിൾ ആണ്, പക്ഷെ ലീനിയർ അല്ല. കാരണം എന്താണ്? അത് പല കാര്യങ്ങളും അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, വികാസത്തെ പല കാര്യങ്ങളും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ലീനിയർ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. കുട്ടികളിൽ ഭാഷാ നൈപുണികൾ ഉറപ്പാക്കുന്നതിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും ശരിയായ പ്രവർത്തനക്രമം. നമുക്കറിയാം ലാംഗ്വേജ് ഡെവലപ്മെന്റ്, കുട്ടികൾ അല്ലെ അക്വയറിംഗ് ലാംഗ്വേജ് കോമ്പിറ്റൻസി, അതിനൊരു എന്തുണ്ട്? ഒരു പാറ്റേൺ ഉണ്ട്. ഫസ്റ്റ് ഏതാണ്? നമുക്ക് ഇതിന് കോഡില്ലേ, LSRW, ലിസണിങ്, റീഡിങ്, പിന്നെയോ ലിസണിങ് റീഡിംഗ് ആണോ? LS അല്ലേ, ലിസണിങ് സ്പീക്കിംഗ് ആണ്. സോ ലിസണിങ്, സ്പീക്കിംഗ്, പിന്നെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. അപ്പോൾ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ലിംഗസമത്വം
ശാക്തീകരണം എന്നിവ ഉറപ്പാക്കുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ ആവിഷ്കരിച്ച ഒരു പദ്ധതി. ഇത് കേരളത്തിൽ നടപ്പാക്കുന്നത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ്. അപ്പോൾ ജെൻഡറുമായി ബന്ധപ്പെട്ട പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യങ്ങളല്ല ഈ പ്രാവശ്യം വന്നിട്ടുള്ളത്. കുറച്ചും കൂടി ഡീപ്പായ ഒരു ക്വസ്റ്റ്യൻ കറന്റ് അഫയേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. സോ ആ പദ്ധതിയുടെ പേരാ ചോദിച്ചത്. നയി നാരി 3.0, നയി ചേതന 3.0, നയി അഭിയാൻ 3.0, നയി രാസ്ത 3.0. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, നയി ചേതന 3.0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ക്ലാസ്സിൽ ഗണിതം പഠിപ്പിക്കുന്ന അസി ടീച്ചർ കുട്ടികളോട് ഒരേപോലുള്ള 4 വസ്തുക്കളും 3 വസ്തുക്കളും ചേർത്ത് വെച്ച് ആകെ എത്ര വസ്തുക്കൾ എന്ന് കണ്ടെത്താൻ പറഞ്ഞു. ഇപ്പോൾ ഒരു കൺസെപ്റ്റ് അവതരിപ്പിക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ 4 വസ്തുക്കളും 3 വസ്തുക്കളും ആകെ വസ്തുക്കൾ ിരിക്കുന്ന ചിത്രം കണ്ടെത്താൻ പറഞ്ഞു. അപ്പൊ ഈ 4 വസ്തു 3 വസ്തുക്കൾ ഉൾപ്പെട്ട ഒരു ഐക്കൺ അല്ലെ, ഒരു ഐക്കൺ മനസ്സിൽ കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? പിന്നീട് ഇതിനെ ഗണിതപരമായ അക്കങ്ങൾ ഉപയോഗിച്ച് സൂചിപ്പിക്കാൻ പറഞ്ഞു. ഇതിനെ എന്ത് ചെയ്യുക? അവിടെ കുറച്ച് ന്യൂമറിലേക്ക് നമ്പേഴ്സിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുക. സോ പഠനത്തിലൂടെ ആശയ സംശീകരണം സാധ്യമാക്കുന്ന ഈ രീതി മുന്നോട്ട് വെച്ചത് നമുക്കറിയാം. ഇതിന് ഓപ്ഷൻ കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. ഇതൊരു കൊഗ്നിറ്റീവ് പ്രോസസ്സാണ് അല്ലേ, കൊഗ്നിറ്റീവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ നോം ചോംസ്കി ഭാഷാപരമായ ആളാണ്. ട്രയൽ ആൻഡ് എറർ ഈ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ വൈഗോട്സ്കി ആണെങ്കിലും അത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആണ്. അപ്പൊ ഈ ഒരു കൊഗ്നിറ്റീവിന് പ്രാധാന്യം കൊടുത്ത വ്യക്തി ആരാണെന്ന് കണ്ടെത്താൽ മതി. അത് ജെറോം എസ് ബ്രൂണർ ആണ്. അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, സിംബോളിക്, ഐക്കോണിക് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ബുദ്ധിയുമായി ബന്ധപ്പെട്ട ചാൾസ് സ്പിയർമാന്റെ ദ്വിഘടക സിദ്ധാന്തത്തിലെ 2 ഘടകങ്ങൾ ഏതെല്ലാം? നമുക്കറിയാം ഈ ബുദ്ധി ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട 2ഓ 3ഓ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇതിൽ തന്നെ 2ാമത്തെ ചോദ്യം. ഒന്ന് IQ ചോദിച്ചു. അടുത്ത ചോദ്യമാണ് ഈ നമ്മുടെ സ്പിയർമാന്റെ 2 ഫാക്ടർ തിയറിയിൽ ആ ഘടകം 2 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് G ഫാക്ടറും S ഫാക്ടറും, V ഫാക്ടറും M ഫാക്ടറും, G ഫാക്ടറും F ഫാക്ടറും, A ഫാക്ടറും C ഫാക്ടറും. അത് സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം അത് ജിയും അതുപോലെ എസുമാണ്. ഇനി നോക്കൂ 30ാമത്തെ അവസാനത്തെ ചോദ്യം. പഠിതാവിന്റെ വിലയിരുത്തലിന് നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തലിനാണ് അവസരം നൽകിയിട്ടുള്ളത്. ഇതിന് ഏറ്റവും അനുയോജ്യമായ വിലയിരുത്തൽ രീതി ഏതാണ്? അപ്പൊ നമുക്കറിയാം ഇവാലുവേഷനുമായി ബന്ധപ്പെട്ട് ഇതിൽ ഏറ്റവും ആപ്റ്റായ ആൻസർ ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഈ ഇവാലുവേഷൻ ഒക്കെ നടക്കുന്നുണ്ട്, പക്ഷെ ഇതിൽ ഏറ്റവും യോജിച്ച ഇവാലുവേഷൻ ഏതാണ്? ഇവാലുവേഷൻ അറ്റ് ദ എൻഡ് ഓഫ് എ ടേം ഓഫ് ഇയർ, ഒരു വർഷത്തിന്റെ അവസാനം, സമ്മേറ്റീവ്. കണ്ടിന്യൂസ് ഇവാലുവേഷൻ അലോങ് വിത്ത് ദ ലേണിംഗ് പ്രോസസ്സ്, ലേണിംഗ് പ്രോസസ്സിന്റെ കൂടെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ഓഫ് ലേണിംഗ് റെഡിനെസ് അല്ലെ, പഠന സന്നദ്ധന ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓൾ ഓഫ് ദി എബോ. നമുക്കറിയാം ഇവിടെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണ് ഇപ്പൊ നടക്കുന്നത് അല്ലെ. അപ്പോൾ അതിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് നമ്മുടെ ഇവാലുവേഷൻ ഒക്കെ നടക്കുന്നത്, സമ്മേറ്റീവ് ഒക്കെ ഉണ്ടെങ്കിലും. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി, കണ്ടിന്യൂസ് ഇവാലുവേഷൻ, പഠനത്തോടൊപ്പം നിരന്തരം നടത്തുന്ന വിലയിരുത്തൽ. ഇതാണ് 15 ചോദ്യങ്ങൾ. നമുക്കറിയാം കൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു ആവറേജ് മീഡിയം ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായും നിങ്ങൾക്ക് കേട്ടിട്ട് അടുത്ത 2026 അടുത്ത കേട്ടിട്ട് എഴുതാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും എജുബ്ലിസ്റ്റിന്റെ കൂടെ നിങ്ങൾക്ക് അതിനുള്ള സംവിധാനമുണ്ട്. നമ്മുടെ ആപ്പൊക്കെ നിങ്ങൾക്ക് റെഡിയായി സജ്ജമായിട്ട് നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. തീർച്ചയായും അടുത്ത കേട്ടറ്റ് നിങ്ങൾക്ക് എജുബ്ലിസ്റ്റിന്റെ കൂടെ തന്നെ നേടിയെടുക്കാവുന്നതാണ്. തീർച്ചയായും ഈ എക്സാമിൽ നല്ലൊരു വിജയം നിങ്ങൾക്കുണ്ടാവട്ടെ. താങ്ക് യു.